മച്ചന്മാരെ വെൽക്കം ബാക്ക് ടു റൈഡ് ഔട്ട്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന N250 ഏറ്റവും പുതിയ വേരിയൻ്റാണ് ഈ ഇരിക്കുന്നത്. ഓ മാൻ, നെക്സ്റ്റ് ലെവൽ ഐ ക്യാച്ച് യു ബൈക്ക്. ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇനി ക്യൂ നിൽക്കുകയാണ് ഇതിനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി. അതിൽ ചെറിയ ചാൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഇരിക്കുന്ന ഡൽഹിയിലെ കരൽബാഗ് എന്നൊരു സ്ഥലത്തുള്ള ഒരു ബജാജിൻ്റെ ഷോറൂമിലാണ്. അവർ ഇന്നലെ രാത്രി തന്നെ വിളിച്ച് വന്ന് മച്ചാങ്ങി പോരെ വണ്ടി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. നല്ല പൊരിഞ്ഞ വെയിലത്താണ് അതിൻ്റെ അകത്തൊരു ടെൻറ്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്രമാത്രം ഈ ഒരു ബ്ലാക്ക് എൻ്റെ മൊബൈലിലോട്ട് കയറുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിവേ ഐ ക്യാച്ച് യു നെക്സ്റ്റ് ലെവലാണ്. അപ്പോൾ ഇതിനൊരു ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയാനുള്ള ഒരു ഏലിയൻ ഫേസ്, ഒരു MT-09 ഒരു സിമാറ്റിക് ഫേസ് വരുന്നതാണ് ഇതിൻ്റെ ഒരു ഫേസ് വന്നിരിക്കുന്നത്. വേണം ഒരു N സീരീസ് വേണം എന്ന് ചോദിച്ചാൽ ഏത് എടുക്കണം എന്നോട് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴത്തെ നിലവിൽ പറയും N സീരീസിൽ N250 എടുക്കണം. MT-15 N160 വേണേൽ നമുക്ക് കമ്പയർ ചെയ്യാം. പക്ഷേ ഒരിക്കലും നമുക്കത് ആനയും മാടും തമ്മിലുള്ള വ്യത്യാസം വരും. അതുകൊണ്ട് നമുക്ക് MT-15 N250 വെച്ച് കമ്പയർ ചെയ്യാം. അതായത് MT വരുന്ന എല്ലാ ഓപ്ഷൻസും ഈ ഒരു ബൈക്കിന് വരുന്നുണ്ട്. അതായത് ട്രാൻസ്മിഷൻ കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്, ഡുവൽ ചാനൽ ABS സിസ്റ്റം, 3 മോഡ്സ് വരുന്നുണ്ട്, റെയിൻ, ഓഫ് റോഡ് ആൻഡ് റോഡ്. അങ്ങനെ 3 മോഡ്സ് ഈ ഒരു ബൈക്കിന് വരുന്നുണ്ട്. കൂടാതെ മൊത്തത്തോടെ ഒരു ഡിജിറ്റൽ യൂണിറ്റ്സാണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. സ്ലിപ്പർ ക്ലച്ചും ഈ ഒരു ബൈക്കിന് വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ MTക്കാളും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ കാണുന്ന N250. എല്ലാം കൊണ്ടും പൊളിയാണ്. ഇപ്പോൾ ഒരു MTക്ക് പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതായത് ഗ്യാസിൻ്റെയും പെട്രോളൊക്കെ വില കൂടുന്നതനുസരിച്ച് യമഹയുടെയും KTMൻ്റെ ബൈക്കിൻ്റെ ഒക്കെ വില കൂടിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാണുന്ന ബജാജ് എന്നൊരു കമ്പനിയുടെ വാല്യൂ വരുന്നത്. വേൾഡ്സ് ഫേവറേറ്റ് ഇന്ത്യൻ സ്പോർട്സ് ബൈക്ക് ഈ കാണുന്ന N250 നേക്കഡ് 250 നേക്കഡ് സ്ട്രീറ്റ് മെഷീനാണ് ഈ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ശരിക്കും ഒരു എയറോഡൈനമിക് ഡിസൈൻസ് ആണ് ഈ ഒരു ബൈക്കിന്. ഒരു കഴിഞ്ഞ വീഡിയോ NSൻ്റെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ എങ്ങനെ എയറോഡൈനമിക് എന്ന് ചോദിച്ച ആൾക്കാരോട് ഞാൻ പറയാം. ഇതൊരു എയറോഡൈനമിക് ഡിസൈൻ കൺസെപ്റ്റാണ്. ഈ കാണുന്നതിൽ ഒരു എയർ പാസ് ചെയ്യാനുള്ള ഒരു മാക്സിമം സ്റ്റെബിലിറ്റി നമുക്ക് ഈ ഒരു ബൈക്കിന് കിട്ടുന്ന ആ ഒരു ഡിസൈൻ എലമെൻസിനൊക്കെയാണ് എയറോഡൈനമിക്. ഇതാണെങ്കിലും R15 ഒക്കെ ആണെങ്കിൽ ആ ഒരു എയറോഡൈനമിക് ഡിസൈൻസ് ആണ് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇതിൻ്റെ വെബ്സൈറ്റിൽ. ഇതൊരു എയറോഡൈനമിക് ഡിസൈൻസ് ആണ് ഈ ഒരു N സീരീസിനും NS സീരീസിനും ബജാജ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് മാക്സിമം സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു ഡിസൈൻ കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. ഇനിയും ഈ ഒരു ബൈക്കിന് വ്യത്യാസം 3 കളേഴ്സ് വരുന്നുണ്ട്. അതായത് ഈ കാണുന്ന ബ്ലാക്ക്, അത് ഒരു റെഡ് വരുന്നുണ്ട്. റെഡ് തൊട്ടാപ്പൊടി ഇരിപ്പുണ്ട്, ഞാൻ അങ്ങോട്ട് പോകാം. അതിപ്പോൾ ഡെലിവറിക്ക് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ വൈറ്റ്. അപ്പം റെഡിനും വൈറ്റിനും മാത്രമേ ഉള്ളൂ ഗോൾഡൻ കളറിലുള്ള USD. ഈ കാണുന്ന ബ്ലാക്കിന് കാണുന്ന ബ്ലാക്ക് USD ഇതാണ് വരുന്നത്, ഗോൾഡൻ കളർ വരുന്നത്. ശരിക്കും ഈ ഒരു ബ്ലാക്കിനായിരുന്നു ഗോൾഡൻ കളർ വരണ്ടേ, എന്തുകൊണ്ട് അവർ കൊടുത്തില്ല? ഒരു പക്ഷേ ഒരു ബ്ലാക്ക് തീം നിലനിർത്താൻ വേണ്ടിയായിരിക്കും അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ചിലപ്പോൾ ഒരു ബിസിനസ് ലുക്കായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഒരു ഗോൾഡൻ ഫിനിഷൊക്കെ ചെയ്ത് ഒരു നെക്സ്റ്റ് അപ്ഡേറ്റ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ബജാജല്ലേ, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ക്വിക്ക് റിവ്യൂലോട്ട് പോകാം. കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ഫ്രണ്ട് വരുവാണെങ്കിൽ ഇതിന് ഡിസൈൻ എലമെൻറ്റ്സ് വന്നിരിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞൊരു ഏലിയൻ ഫേസ്, വേറെ ഏതോ പ്ലാനറ്റിൽ നിന്ന് വന്ന് കയറിയ സാധനമാണ്. ഇതിൻ്റെ ഒരു ഫേസ് ലുക്ക് നോക്കിയാൽ ശരിക്കും ഒന്ന് നോക്കി പേടിപ്പിക്കുന്ന ലുക്കുണ്ട് ഈ ഒരു ബൈക്കിന്. സൈഡ് ഗ്രാഫിക്സ് നോക്കുവാണെങ്കിൽ 250 എന്ന് എഴുതിയിട്ടുണ്ട്. കുറച്ച് 3D ലുക്കിലാണ്, ഒരു 3D ഫീൽ വരും. ബട്ട് 3D സ്റ്റിക്കറിങ് ഗ്രാഫിക്സ് വർക്കാണ്. ഇവിടെ നമുക്കൊരു റെഡ് ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ പോകുന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചെറിയൊരു ഗ്രേ ഷെയ്ഡൊക്കെ അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ടോട്ടലി ബ്ലാക്ക് ഫിനിഷിനാണ് ഈ ഒരു എഞ്ചിൻ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു എഞ്ചിൻ കാണാൻ നമുക്ക് സാധിക്കുന്നതെന്നും അവിടെ ചെറിയൊരു ഡിസൈൻ എലമെൻ്റ് ഉണ്ട്. ഇറ്റ്സ് ടോട്ടലി പ്ലാസ്റ്റിക് ആണ്. ഇനി ഇതിന് എക്സോസ്റ്റ് വരും. നോർമൽ N സീരീസിന് വരുന്ന അണ്ടർബെല്ലിയാണ് വരുന്നത്. ബട്ട് N250 കംസ് ഒരു എക്സ്ട്രാ ഒരു ഒരു എക്സോസ്റ്റ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ KTMൻ്റെ ഡൂക്ക് വരുന്നത്, 200 അണ്ടർബെല്ലി വന്നു. അവസാനം 250ക്കും ഒരു എക്സ്ട്രാ എക്സോസ്റ്റ് വന്നു. ബട്ട് ഇപ്പോൾ അവർ പുതിയത് വന്നപ്പോഴത്തേക്ക് അതിനൊരു എക്സോസ്റ്റ് അവർ കൊടുത്തു. ഇതിലും എനിക്ക് എൻ്റെ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതും അതുപോലെ ഒരു എക്സോസ്റ്റ് ഇല്ലാതെ ഒരു അണ്ടർബെല്ലി ലുക്കിൽ വരുമായിരുന്നു. കുറച്ചൊരു N സീരീസ് പൊളിച്ചിനെ അത് സെയിം കാറ്റഗറി വന്നെ. N250 എന്നിവയെ ഒരു ടൂറിംഗ് ടൈപ്പ് ഒരു ബൈക്ക് ആയിരിക്കാം. ആ ഒരു കൺസെപ്റ്റിലായിരിക്കും ഇവരിത് ഇറക്കിയിരിക്കുന്നത്. പറയാനുള്ള ഇതിൻ്റെ ആ ഒരു ടയർ സെക്ഷനാണ്. ബാക്കി വന്നിരിക്കുന്നത് വലിയൊരു റേഡിയൽ ടയറാണ്. MRFൻ്റെ ഒരു റേഡിയൽ ടയർസാണ് വന്നിരിക്കുന്നത്. അതും 140/17 ഇഞ്ചിൻ്റെ ടയർ സെക്ഷനാണ് ബാക്കി വന്നിരിക്കുന്നത്. മാർഗ ടയറല്ലേ, എന്താ ഒരു വലിപ്പം നോക്കി, ഭയങ്കര ഹ്യൂജ് ഇമ്പാക്റ്റ് ആണ് ആ ഒരു ടയർ തരുന്നത്. ഫ്രണ്ട് വന്നിരിക്കുന്നത് 110ൻ്റെ 110 സെക്ഷനാണ് ഫ്രണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ബിഗർ സൈസുള്ള ടയർ സെക്ഷനാണ് വന്നിരിക്കുന്നത് ഈ ഒരു ബൈക്കിന്. പിന്നെ 2 പാർട്ട് സീറ്റ്സ് ആണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ മെയിനായിട്ടുള്ളത് ഇതിൻ്റെ ഡിജിറ്റൽ കൺസോളാണ്. ഫുള്ളി LED ഡിജിറ്റൽ ക്ലസ്റ്ററാണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത്. ഭയങ്കര വെയിലിൻ്റെ റിഫ്ലക്ഷൻ എത്രമാത്രം കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല.
എന്നാൽ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നമുക്ക് ഇത് NS200 വന്നിരിക്കുന്ന അപ്ഡേറ്റ് ഒക്കെ ഈ ഒരു N250 വന്നിട്ടുണ്ട്. അതായത് നാവിഗേഷൻ ഈ ഒരു ബൈക്കിന് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 3 മോഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സിംഗിൾ ഒരു ബട്ടണാണ് ഈ ബൈക്കിന് വന്നത്. അത് വെച്ച് വേണം നമുക്ക് എല്ലാ മോഡ്സ് നമുക്ക് ചെയ്യാം. ഇപ്പം നമുക്കിതിൽ നമുക്ക് ട്രിപ്പ് ABC ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് റോഡ്, റെയിൻ, ഇനി ഓഫ് റോഡും കൂടി വരും. അങ്ങനെ 3 രീതിയിലുള്ള മോഡ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ടു MT നമുക്കിതിൽ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ മെയിൻ്റനൻസ്, അലേർട്ട്, കോൾ അലേർട്ട്സ്, ബ്ലൂടൂത്ത് നമുക്ക് കണക്ടിവിറ്റി ആഡ് ഓൺ ചെയ്യാം. അങ്ങനെ വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ളൊരു ഡിജിറ്റൽ മീറ്ററാണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത്. മുകളിൽ നമുക്ക് RPM അറിയാം, ഫ്യൂവൽ, അതുപോലെ ഗിയർ ഇൻഡിക്കേറ്റർ പൊസിഷൻ നമുക്ക് ഈ ഒരു ബൈക്കിന് അറിയാം. 5 ഗിയർ ആണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത്. ശരിക്കും 250cc ഒരു 6 ഗിയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയെന്ന് എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത് സ്റ്റിൽ 5 ഗിയർ സിസ്റ്റമാണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത്. റെഡ് കളർ വന്നിരിക്കുന്നത്, റെഡ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഒരു രക്ഷയിലെ എക്സ്ട്രീംലി നെക്സ്റ്റ് ലെവൽ റെഡ് കളറാണ്. ഇപ്പോൾ ഇത് വണ്ടി ഡെലിവറി പോവുകയാണ്, അതുകൊണ്ട് ഇത് പുറത്ത് വെച്ചിരിക്കുന്ന ഒരു വെയിലത്താണ് ഈ ഒരു വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് റെഡ് ഇത്ര ഫീൽ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ബട്ട് ശരിക്കും ഭയങ്കര ഐ ക്യാച്ച് റെഡ് കളറാണ് ഈ വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു ഡീപ്പ് റെഡ്, ഒരു ബ്രൗണിഷ് ഫീൽ വരുന്നത് ഈ ഒരു 250 എന്ന് എഴുതിയിരിക്കുന്നത് കുറച്ചൊരു മെറൂണിഷ് ഫീലാണ്. ഈ കാണുന്ന ഒരു കബിളും കുറച്ചൊരു മെറൂണിഷ് ഫീലാണ്. ബാക്കിയെല്ലാം ടോട്ടലി റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പോയിലാണ് ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത്. ഈ ഒരു റെഡിനും അതുപോലെ തന്നെ വൈറ്റ് കളറിനും മാത്രം ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് വരുന്ന ഈ ഒരു ഗോൾഡൻ USD ആണ് വരുന്നത്. ബ്ലാക്ക് ബോർഡ് ഡിസൈനിങ് അല്ലെങ്കിൽ ഇതിന് ബോർഡിങ് ഗ്രാഫിക്സ് വന്നിരിക്കുന്നത് അതും എക്സ്ട്രീമലി ഒരു ഐ ക്യാച്ചുമാണ്. ഒരുപാട് ബോറൊന്നും ആക്കിയിട്ടില്ല. നമുക്ക് ഈ ഒരു ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെഡ് നമുക്ക് ചെറിയൊരു റെഡ് ഫിനിഷും റെഡ് വൈറ്റ് ഫിനിഷ് നമുക്ക് ഈ ഒരു ഡിയറിൻ്റെ മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിന് ബോഡി പാർട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു 250 എന്ന് ശരിക്കും ഒരു 3D ഫീൽ നമുക്ക് തോന്നുന്നുണ്ട്. ശരിക്കും 3D അല്ല, നോർമൽ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു ഗ്രേഷ്, ഒരു സിൽവർ, ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡുള്ള അതിൽ ഒരു 250 എന്ന് എഴുതിയിട്ടുണ്ട്. അത് തന്നെ റെഡ് തീമാണ് മൊത്തത്തോടെ പൊരിക്കുന്നത്. ഒരു എൻജിൻ സൈഡെല്ലാം നോക്കുകയാണെങ്കിൽ ടോട്ടലി ഒരു ബ്ലാക്ക് ഫിനിഷാണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത്. എൻജിൻ കവർ റെഡ് കൊടുക്കാം. ആക്ച്വലി ഇത് പ്ലാസ്റ്റിക്കാണ്. ബാക്കിയെല്ലാം എക്സ്ട്രീംലി നെക്സ്റ്റ് ലെവലിലാണ് ഈ ഒരു ബൈക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു എൻജിൻ സ്പെക്ക് നോക്കുകയാണെങ്കിൽ 250cc ഒരു എൻജിനാണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത്. 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ 2 വാൽവ് ഓയിൽ കൂൾഡ് FI എൻജിനാണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത്. മാക്സിമം ടോർക്ക് പറയുവാണെങ്കിൽ 21.5 Nm ടോർക്കാണ് ഈ ഒരു ബൈക്കിൻ്റെ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പവർ നോക്കുകയാണെങ്കിൽ 24.5 PS ആണ് ഈ ഒരു ബൈക്കിൻ്റെ പവർ പറയുവാണെങ്കിൽ. അപ്പം അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നോക്കും, അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. എൻജിൻ ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത് 40 ലിറ്റർ കപ്പാസിറ്റിയാണ് ടാങ്ക് കപ്പാസിറ്റി വന്നിരിക്കുന്നത്. അപ്പോൾ ആ ടാങ്കിനെ പറ്റി പെട്ടെന്ന് നമുക്ക് പറയുവാണെങ്കിൽ ആ ഒരു ടാങ്കിന് ഇവിടെ എക്സ്ട്രാ ഒരു എലമെൻറ്റ് പാർട്ട് വന്നിട്ടുണ്ട്. അതിലാണ് പൾസർ വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെയാണ് അതിൻ്റെ ആ ഒരു ഗ്രാഫിക്സ് എലം വന്നിരിക്കുന്നത് 250 വന്നിരിക്കുന്നത്. ആ ഒരു ഗ്രാഫിക്സ് വന്നിരിക്കുന്നത്. ഇനി ആ ഒരു ബ്ലാക്ക് പാർട്സാണ് മൊത്തം തന്നിരിക്കുന്നത്. ആ ഒരു സൈഡ് ഗാർഡ്, ആ ഒരു ചെയിൻ കവറൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ബൈക്കിന്. നമുക്കിവിടെ കാണാൻ സാധിക്കും ചെയിൻ കവറാണ്. ഒരു സെമി കവേർഡായിട്ടുള്ളൊരു ചെയിൻ കവറാണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമേറിയ അത്യാവശ്യം ലുക്ക് തരുന്ന ഒരു സാരി ഗാർഡ് ഈ ഒരു ബൈക്കിന് വന്നിട്ട്. അതുപോലെ തന്നെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു N സീരീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ആ ഒരു ടയർ ഹഗ്ഗറാണ്. ആ ഹഗ്ഗർ ഭയങ്കര ലുക്കാണ് ഈ ഒരു ബൈക്കിന് വന്നിട്ട്. LED ഇൻഡിക്കേറ്റേഴ്സാണ് ഈ ഒരു ബൈക്കിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഒരു വീൽ കവർ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രീംലി നെക്സ്റ്റ് ലെവൽ ഒരു ഐ ക്യാച്ച് ലുക്ക് ഈ ഒരു ബൈക്കിന് കിട്ടും. Favorite N250 exo sound.